ഇപ്പോൾ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഈ വിജയത്തിന് ശേഷം അത് പറയാം, എന്തായാലും പറയാം. ഒന്ന്, ആത്മവിശ്വാസമുണ്ട്. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. മറ്റുള്ള ചില പാർട്ടികൾ ചെയ്യുന്നത് പോലെ പ്രതിപക്ഷ കൗൺസിലർമാർ ചേരാൻ സാധിക്കാത്തവർക്ക് പോലും ഞങ്ങളുടെ രീതികൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോഴേക്കും വെറുതെ വരികയില്ലല്ലോ. ചേട്ടാ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തലസ്ഥാനം ബി.ജെ.പിയുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. എന്താണ് സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ വിനയപുരസ്സരം ഞങ്ങൾ ഈ ജനവിധി ഏറ്റുവാങ്ങുന്നു. വർഷങ്ങളായി ഒരു വലിയ സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ത്യാഗം അനുഭവിച്ച BJP പ്രവർത്തകരുടെയും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ഫലമാണിത്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വിജയമാണ് ഇത്. BJPയുടെ മാത്രം, NDAയുടെ മാത്രം വിജയമല്ല. തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങളും, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ജനങ്ങളും നമ്മുടെ നഗരം നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അഴിമതിക്കും ജീർണതയ്ക്കും കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ്. ഞങ്ങൾ ഇതിനേക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ നഗരത്തെ കാത്തു സൂക്ഷിക്കും. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പൊതുസമൂഹത്തിന് മുമ്പാകെ വച്ച ഒരു വിശ്വാസമുണ്ട്. അദ്ദേഹം മുന്നോട്ട് പ്രകടിപ്പിച്ച ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവതരണമുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങൾ തീർച്ചയായും നടപ്പിലാക്കും. യാതൊരു സംശയവും വേണ്ട. 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച 3 നഗരങ്ങൾ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമായിരിക്കും. ഞാൻ ഈ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങിയ കാര്യം തന്നെ ആവർത്തിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പിയുടെ കയ്യിൽ. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് തിരുവനന്തപുരം തന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ബി.ജെ.പി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒന്ന്, ആത്മവിശ്വാസമുണ്ട്. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. നരേന്ദ്രമോദി ഞങ്ങളെ പിന്തുണയ്ക്കുവാനുണ്ട്. കോർപ്പറേഷൻ ഭരണത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര BJPക്കും ഇടയിൽ ഒരു പാലമായി വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാ സാങ്കേതിക വിദ്യയിലൊക്കെ തന്നെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള അദ്ദേഹമുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കൗൺസിലർമാരാണ് ജയിച്ചു വന്നിരിക്കുന്നത് 50 പേരും. പിന്നെ പ്രതിപക്ഷത്തു നിന്ന് ജയിച്ചു വന്നിരുന്ന വളരെ പരിചയസമ്പന്നരായ കൗൺസിലർമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവരുടെയൊക്കെ അനുഭവ സമ്പത്ത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. മറ്റുള്ള ചില പാർട്ടികൾ ചെയ്യുന്നത് പോലെ പ്രതിപക്ഷ കൗൺസിലർമാരെ പരിഗണിക്കാതിരിക്കില്ല. 100 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് 101 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കോർപ്പറേഷൻ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് BJPയുടെ മനസ്സിലുള്ളത്. നരേന്ദ്രമോദിയും കേന്ദ്രത്തിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് ഒറ്റ ടീമായി. പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. അവർ വോളണ്ടറി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാർ റെഡി. അപ്പോൾ അവരെയൊക്കെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ നഗരത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ വളരെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ദിവസം ഒരു 17-18 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു മുന്നേറ്റമായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് വലിയൊരു മുന്നേറ്റമുണ്ട് പല സ്ഥലങ്ങളിലും. ആ വിജയം നമ്മുടെ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൻ്റെയും അതാത് ജില്ലാ നേതൃത്വങ്ങളുടെയും താഴേക്കുള്ള പ്രവർത്തകരുടെയും ഒക്കെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആ വിജയം. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ 2 മുന്നണികളുടെയും കള്ളനാണയങ്ങളെ, അവരുടെ ആശയപരമായുള്ള പാപ്പരത്തെയൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് അനുകരിക്കാൻ വേണ്ടി വളരെ നല്ലൊരു മാതൃക ഉണ്ടല്ലോ. ഇപ്പോൾ ആശയപരമായി BJPയുമായിട്ട് ചേരാൻ സാധിക്കാത്തവർക്ക് പോലും ഞങ്ങളുടെ രീതികൾ, ഞങ്ങളുടെ ഭരണശൈലികൾ, അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റം, ഇതിനോട് യോജിക്കാൻ സാധിക്കും. അപ്പോൾ ആശയപരമായി BJPയോട് വിയോജിക്കുന്നവർക്കും BJPയുടെ ഭരണ രീതിയോട് വിയോജിക്കാൻ സാധിക്കും. ഇപ്പോൾ അഴിമതിരിക്കുന്ന ഭരണം എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരിലേക്കും വികസനം എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആശയപരമായി ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനത്തോട് വിയോജിപ്പുള്ളവർക്ക് പോലും ഞങ്ങളുടെ ഭരണ രീതിയോടും ഞങ്ങളുടെ ഇടപെടലിനോട് യോജിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ദേശീയ വികാരത്തിനോടൊപ്പം യോജിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള മുന്നോട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കേരളത്തിലും BJP രാഷ്ട്രീയമായി ശക്തിപ്പെടുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ 42-45 സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുമെന്നും ഒരു 55-60 സീറ്റുകൾ പോകാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ചില സീറ്റുകളിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഈ വിജയത്തിന് ശേഷം അത് പറയാം, എന്തായാലും പറയാം. ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിൽ ഡബിളിങ്, കള്ളവോട്ടും ചേർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഒരു 75 സീറ്റ് ഞങ്ങൾ ജയിച്ചേനെ. അതൊരു ഘടകം തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് QR കോഡ് വഴിയുള്ള നേരിട്ട് ജനങ്ങളിൽ സംബന്ധിക്കാവുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ആണ്. ഞങ്ങൾ കോർപ്പറേഷൻ നടപ്പിലാക്കാൻ പോവുകയാണ്. BJP ജയിച്ച് 50 വാർഡിൽ നടപ്പിലാക്കും. കൗൺസിലർമാരൊക്കെ തയ്യാറാവുന്ന ഘട്ടത്തിൽ 100 വാർഡിൽ നിങ്ങൾ നടപ്പിലാക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ നമ്മളൊക്കെ തന്നെ ഭരണം നടത്തുന്നത്. അപ്പോൾ ജനങ്ങളോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം, സുതാര്യമായിരിക്കണം. ജനങ്ങൾ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ സ്വന്തം വീട്ടിൽ വരുന്ന ഒരു കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അല്ലാതെ കോർപ്പറേഷൻ വരുമ്പോഴേക്കും ഒരു ജനങ്ങൾ ഒരു ഭാഗത്തും ഭരണസമിതി വേറൊരു ഭാഗത്തും ഒന്നുമല്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങളുടെ ഒരു കാര്യം സാധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവർ മാറണം. ഇപ്പോൾ നിരവധി വിവാദങ്ങളാണ് ഉണ്ടായിരുന്നു.
നിരവധി അഴിമതി ആരോപണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. BJP ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഒരു അഴിമതിരഹിതമായിട്ടുള്ള ഭരണം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമല്ലേ BJP സാധിക്കുള്ളൂ. കാരണം നരേന്ദ്രമോദി അഴിമതിരഹിത ഭരണത്തിൻ്റെ മാതൃകയല്ലേ. അപ്പോൾ BJP എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് അഴിമതിരഹിത ഭരണം മാത്രമേ അതുകൊണ്ടാണല്ലോ പല തവണയും BJP ആവർത്തിച്ച് ഭരണത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ സുതാര്യത മുൻനിർത്തി മുന്നോട്ട് പോകും. പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്ത് പറയുന്നത് പുതിയ ഏതെങ്കിലും ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ നൽകിയ ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോഴേക്കും വെറുതെ വരില്ലല്ലോ. പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഭരണം BJP കിട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹം കൃത്യമായിട്ട് പ്ലാനോടുകൂടിയായിരിക്കും വരുന്നത്. സ്വാഭാവികമായും ചേട്ടൻ തന്നെ ആയിരിക്കില്ലേ മേയർ? അത് പാർട്ടിയുടെ ഘടകങ്ങൾ ആലോചിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ പറയുക കാര്യങ്ങൾ. പ്രതീക്ഷിക്കാറുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ആലോചിച്ചതിന് ശേഷം അധ്യക്ഷൻ പറയുക കാര്യങ്ങൾ.